ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നലത്തെ അതായത് നമ്മുടെ പെരുന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം. അധിക ആഘോഷങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കമൻ്റ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഞാനിങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പെരുന്നാൾ ഉമ്മ ഉള്ള സമയത്ത് വരവേൽക്കുന്നത് പോലുള്ളൊരു ഇതൊന്നും ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ രാവിലെ മോക്കുള്ള ഡ്രസ്സാണ് കേട്ടോ അവൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവളുടെ പെരുന്നാൾ കോടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഞങ്ങൾക്കൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ റീസൺ ഞങ്ങളുടെ ഉമ്മയുടെ മരണം തന്നെയാണ് കേട്ടോ. ആഘോഷിക്കുക അതായത് പെരുന്നാൾ കൊള്ളാൻ പറ്റിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. പിന്നെ ഞാൻ രാവിലെ പതിവ് പോലെ അതായത് എല്ലാ പ്രാവശ്യവും പെരുന്നാളിന് മുമ്പുള്ള ടൈമിന് ഞങ്ങൾ വെളുപ്പിന് അതായത് സുബഹി നമസ്കാരത്തിന് മുന്നേ തന്നെ എണീക്കും കേട്ടോ. എണീറ്റ് അടുക്കളയിലോട്ട് കയറും. അതായത് അന്നത്തെ ദിവസം രാവിലെ അന്ന് ഈ ഞങ്ങളുടെ നാട്ടിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒരട്ടി എന്ന പലഹാരമുണ്ട് കേട്ടോ. ഒരട്ടി എല്ലാവരുടെയും നാട്ടിൽ അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരട്ടി എന്നാണ് പറയാറ്. അരിമാവ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് അതിൻ്റെ അകത്ത് കുറേ തേങ്ങയൊക്കെ തിരുമിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല കട്ടിയുള്ളൊരു പലഹാരം കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് ഒരട്ടി. അപ്പം എല്ലാ പെരുന്നാളിനും ഞങ്ങൾ ഒരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഴച്ച് തരുന്നതും പരത്തുന്നതും എല്ലാം ഉമ്മച്ചിയാണ് കേട്ടോ. എനിക്ക് അധികം അതിനൊരു എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ഒരട്ടി ഉണ്ടാക്കിയെടുക്കുന്നതൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്കറിയത്തില്ല അധികം. അപ്പോൾ വെളുപ്പിനെ എണീക്കും, കാരണം അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള വീട്ടിൽ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഞങ്ങൾ എണീക്കും. ഞങ്ങളെ അമ്മച്ചി വിളിച്ചുണർത്തും കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ആൾ നല്ല ഉഷാറായിട്ടെല്ലാം ചെയ്തൊക്കെ തരും. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നുമില്ല. ഞാൻ സാധാരണ എന്നും രാവിലെ എത്ര മണിക്ക് എണീക്കുന്ന അത്ര സുബഹി നിസ്കരിച്ചിട്ട് അങ്ങ് കിടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ എണീറ്റു. ദോശയ്ക്കുള്ള മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരട്ടിയൊന്നും ഉണ്ടാക്കുന്നില്ല. തലേന്ന് ഞാൻ കുറച്ച് ഉരട്ടി ഉണ്ടാക്കി. പിന്നെ ഉമ്മച്ചിക്ക് വേണ്ടി യാസീനൊക്കെ ഓതി അങ്ങനെയൊക്കെ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. ചിക്കൻ കറി, ചിക്കനും കുറച്ച് ബീഫും എടുത്തിട്ടുണ്ട്. ഒരുപാട് എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. ഐസായിട്ടിരിക്കുമായിരുന്നു കേട്ടോ, നല്ല കട്ടിക്കിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇടികല്ലിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് സവോളയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചുള്ളി, സവാള, തക്കാളി എല്ലാം ഞാൻ അരിഞ്ഞ് പറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഏത് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഡ്രസ്സൊക്കെ എടുത്തോ? പെരുന്നാളൊക്കെ ആഘോഷിച്ചോ? ബന്ധു വീട്ടിലൊക്കെ പോയോ? എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ മറന്നു പോകുന്നൊരു കാര്യം, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഒന്ന് ഹൈപ്പിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലാ പ്രാവശ്യവും വിചാരിക്കും കേട്ടോ, വീഡിയോ എടുക്കുമ്പോൾ തുടക്കം തന്നെ പറയണമെന്ന് ഞാൻ മറന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അങ്ങ് ഓർത്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാപ്പിക്ക് കറി ഉണ്ടാക്കി അങ്ങ് മാറ്റാം, പിന്നെ ലാസ്റ്റ് ദോശ ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ പിന്നെ കുക്കർ അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ അരച്ചാട്ടോ ചേർക്കുന്നത്, ചതച്ചിടാറില്ല, ഒന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത്. അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടിയായിരുന്നു കേട്ടോ, നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. അത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊച്ചിനെ കുളിപ്പിച്ച് അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ മൈലാഞ്ചി ഇടണമെന്നൊക്കെ വാശി പിടിച്ചിട്ട് ഞാൻ മൈലാഞ്ചി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈലാഞ്ചി ഒന്നും വരയ്ക്കാൻ എനിക്കറിയില്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ കോലമൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോളെ കറിയൊക്കെ അടുപ്പിലോട്ടാക്കിയിട്ട് മോളെ കുളിപ്പിക്കാനായിട്ട് പോയി. അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് അവൾ ഒരുക്കി അങ്ങ് ഇരുത്തി കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ആ വീഡിയോ എടുത്തിട്ടതേ ഉള്ളൂ. അങ്ങനെ തലേന്ന് തന്നെ 2-3 ദിവസത്തേക്ക് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആവശ്യത്തിന് മാത്രം ഇന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ മാത്രം ഉപ്പും സോഡ ഇട്ടിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ
ഈ പെരുന്നാളിന് ആദ്യമായിട്ടാണ് ദോശ ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാ പെരുന്നാളിനും വരട്ടിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെ അങ്ങ് പോട്ടെ. ഉമ്മ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ എന്താ ഇവിടെ ചുട്ടെടുക്കാൻ വേണ്ടി അനിയത്തിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോളയും കൊച്ചുള്ളി വേണമല്ലോ, അപ്പം കൊച്ചുള്ളിയും കൂടെയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി വെച്ചിട്ടില്ല, ബിരിയാണി അല്ല കേട്ടോ ഇന്ന് വെക്കുന്നത്, വെള്ളച്ചോറ് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ സലാഡും ഇറച്ചിക്കറിയും ഒരു തോരനോ എന്തെങ്കിലും ആക്കി എടുക്കണം. പിന്നെ പരിപ്പ് ഞാനെടുത്ത് ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു പരിപ്പ് കറിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ദോശയൊക്കെ ചുട്ടതിന് ശേഷം അതേ അടുപ്പിൽ തന്നെ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരിയും കൂടെയൊക്കെ കഴുകി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരുവിധം ജോലിയെല്ലാം അങ്ങ് ഒതുങ്ങിയിട്ടുണ്ട്. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിനിടയ്ക്ക് തന്നെ അങ്ങ് കഴുകി മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഈ കയ്യിൽ കാണുന്ന മൈലാഞ്ചി ഉണ്ടല്ലോ, ഞാൻ തലേന്ന് നോമ്പൊക്കെ തുറന്ന് ഒന്ന് നമസ്കരിച്ച് ഖുറാനൊക്കെ ഒന്ന് കിടന്നപ്പോൾ എൻ്റെ മോള് ചെയ്ത പണിയാണ് കേട്ടോ. അപ്പോൾ കൊതുക് വലയെന്തോ ചിലന്തി വലയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലിലും കയ്യിലും എല്ലാം മൈലാഞ്ചിയായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞാൻ ചോറ് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബീഫ് കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഓട്ടിച്ച് കാണിക്കുന്നത്, ഞാൻ വീഡിയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതൊന്നുമില്ലായിരുന്നു കേട്ടോ. ഒന്നിനും ഒരു മൂഡില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ഇന്നലെ ഒരു ഷോർട്ട് പോലും ഇടാതിരുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാനിതിൽ 2 ഉള്ളിയേ ചേർത്തിട്ടുള്ളൂ, സവോള കേട്ടോ. ബാക്കി എല്ലാം ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി നമ്മളൊന്ന് തൊലിച്ച് കഴുകി ഒന്ന് അരച്ചതല്ല, ഒന്ന് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് വാടി വന്നപ്പോഴത്തേക്കും ബീഫിലേക്ക് നമ്മൾ ചിക്കനെ പോലെ തന്നെ ഞാൻ എപ്പോഴും ഇറച്ചിക്കറി വെക്കുമ്പോഴത്തേക്കും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് കേട്ടോ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുത്ത് മിക്സാക്കി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് അടച്ച് വെച്ച്. അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അനിയത്തി മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ പെട്ടെന്ന് തന്നെ തിരികെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊണ് കഴിക്കാൻ വേണ്ടി നിന്നില്ല, കാരണം അവരുടെ ഉമ്മാക്ക് സുഖമില്ലാതിരിക്കുകയാണ് കേട്ടോ, പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം അവർ കുടുംബത്താണ് താമസിക്കുന്നത്. അപ്പോൾ അനിയൻ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.